നന്നായിട്ടുണ്ടായിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ് ഒരു ഇംഗ്ലീഷ് ഫിലിമിൻ്റെ പോലെ ഉണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. വിനീതിന് വന്ന് ഇങ്ങനത്തെ പടം കൂടി എടുക്കാൻ പറ്റുന്ന ഇപ്പോൾ മനസ്സിലായി. ഈ ജോൺറും ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുന്നു. പെർഫോമൻസ് വൈസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? വെരി നൈസ്. നോബിൾ വന്നിട്ട് ഒരു ഫുൾ ലെങ്ത് റോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഹിസ് ഡൺ വെരി വെൽ. നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി ചെയ്തു. എല്ലാവരും നല്ല ഫൈറ്റോ പ്രതീക്ഷയാണ് നന്നായിട്ട് ഇതാണ് വന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? ഒരു വ്യത്യസ്തപരമായിട്ടുള്ള ഒരു ജോണറാണല്ലോ പിന്നെ. അതെ അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്, ഒരു ഇംഗ്ലീഷ് പടം പോലെ ഉണ്ട്. ഒരു ഹോളിവുഡ് ലെവൽ. With Noble and all the other parts of the crew, for me it was emotional, it was excellent. I think that you guys also enjoyed it. So yeah, maybe it was a little bit different than you used to see me. So watch out, I still have a gun. Okay. Total performance of artist and Excellent. I think that everybody is together with the effects, together with the music. I think it was excellent. I think it was a really pleasure to watch. So I hope that you guys enjoyed it as well, because for me it was quite an experience and an enjoyment. also your performance was really good. Yeah. I look the whole time, like while we were shooting and everything, spending all these months together with the crew. It was special. We bonded like real family, and the crew did an awesome job. I think it was excellent. It was hard. It was long and everything, but excellent. I think hats off to everybody who did it. How was Vineet Srinivasan's direction? Super. Because when you have this kind of crew, when you have this kind of people, everything becomes easy. You know, with the explanation, with the things and directing. So it was excellent. I'm sorry that he's not with us today, but we'll see each other soon and we're going to celebrate. Emotional. Yeah, of course. I arrived this morning for this, and I'm excited and emotional, because I was not expecting to see all this like on a big screen. It's quite surprising. Thank you guys. Enjoy. ഭയങ്കര ഹാപ്പി അല്ല, ഒരുപാട് ഹാപ്പി. വിനീതിന്റെ ഇതുപോലുള്ളൊരു പുതിയൊരു എക്സ്പെരിമെന്റിൽ പടത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. വിനീതും നോബിളും പറഞ്ഞ സ്ഥലങ്ങളെല്ലാം നല്ല കൈയുടെയും ചിരികളും എല്ലാം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഫാമിലിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു സിനിമയാണ്. വളരെ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ളൊരു മേക്കിംഗ് ആണ് വിനീത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ക്രൂവിനും മൊത്തത്തിൽ. വിനീത് പെട്ടെന്ന് ഇങ്ങനെ ഒരു പുതിയൊരു ടൈപ്പ് സിനിമയിലേക്ക് മാറുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നു. പക്ഷെ അത് നന്നായി വന്നിട്ടുണ്ട്. ഞാൻ വളരെ പേഴ്സണലി വളരെ ഹാപ്പിയാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും കണ്ടവരൊക്കെ പറയുന്ന ഒരു ഹോളിവുഡ് ലെവൽ പടം പോലെ ഉണ്ട്. എന്തോ കണ്ടവരൊക്കെ പറയുന്ന ഒരു ഹോളിവുഡ് ലെവല്. അതെ, അദ്ദേഹം പറഞ്ഞ ഒരു മേക്കിംഗ് ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഹോളിവുഡ് ലെവലിൽ മേക്കിംഗ് തന്നെയാണ്. ഗംഭീരമായിട്ടുണ്ട്. ക്യാമറ ജോമനാണെങ്കിലും മ്യൂസിക് ഷാൻ മ്യൂസിക് ആണെങ്കിലും എല്ലാം ആർട്ടിസ്റ്റുകളെല്ലാവരും ഗംഭീരമായി വന്നിട്ടുണ്ട്. വളരെയധികം ഹാപ്പി. അതൊക്കെ വലിയ ഭാഗ്യമല്ലേ. ലാലേട്ടനൊപ്പം ഒരാൾ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വിനീത് തന്ന ധൈര്യമാണ്. ചേട്ടാ ധൈര്യമായിട്ട് ചെയ്യും, തിയേറ്ററിൽ തീർച്ചയായിട്ടും ഗൈഡി ഉണ്ടാവുമെന്ന് പറഞ്ഞു. പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഗൈഡി ചിരിയൊക്കെ ഉണ്ട്. നമ്മുടെ മിമിക്രി കൊണ്ടുവരാൻ പറ്റി. എല്ലാം കൊണ്ടും പേഴ്സണലി ഞാനും വളരെയധികം ഹാപ്പിയാണ്. അതെ, നല്ല ഗൈഡി ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ. എല്ലാവരും തിയേറ്ററിൽ സിനിമ കാണും, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. പെർഫോമൻസ് വൈസ് എല്ലാവരും കളിക്കിട്ടുണ്ട്. സോ ഐ തിങ്ക് ഭയങ്കര ഒരു വിഷ്വൽ തന്നെയാണ് ഈ ഒരു സിനിമ. ആൻഡ് ഐ തിങ്ക് എവറിബഡി ഹസ് ആക്റ്റഡ് ദ റോൾ ടു ദെയർ ഫുള്ളസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു? It was really nice. ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുണ്ടായിരുന്നു. I loved the movie. എങ്ങനെയുണ്ടായിരുന്നു? Fantastic movie, gripping, thrilling, emotional and social issues all. Performance? Packed movie. We're all from Vishak's family. പ്രേക്ഷകരോടെ കണ്ടു മൊത്തത്തിൽ. ഇപ്പോഴും വാക്കുകൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഓവർവെൽമിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി സന്തോഷം. നല്ലതായിട്ട് വരുന്നത് വിശ്വസിക്കുന്നു. വിനീത് ശ്രീനിവാസന്റെ വ്യത്യസ്തമായിട്ടുള്ള ജോലിയുള്ള ഫിലിമാണോ? അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ? മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. കാരണം വിനീതേട്ടനോട് ആദ്യത്തെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ചെയ്യുന്ന ഒരു പടം വിനീതേട്ടനോട് കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം I'm so glad that I got it. I'm grateful to God, thankful to Vinitha. ഓഡിയൻസിനോട് ഈ പടം കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഓവർവെൽമിംഗ് ആണ്. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വരച്ചോണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? ടു മെനി ഇമോഷൻസ് ഒരുമിച്ച് നമുക്കിങ്ങനെ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിനീത് ശ്രീനിവാസൻ മൂവി, ജോൺ ഷാജഹാൻ എന്നൊക്കെ പറയുന്നത്
ഇറ്റ്സ് എ ഡ്രീം ടീം അല്ലേ, എല്ലാവരും സ്വപ്നമില്ലാതെയും ഇറ്റ്സ് എ ഡ്രീം. സോ ആ ഒരു ഡ്രീം കം ട്രൂ ആ ഒരു മൂമെൻ്റാണ്. സ്റ്റിൽ കാൺ ബിലീവ് ഓൾ ദിസ് ഇസ് ഹാപ്പനിങ്. തിയേറ്ററിൽ തന്നെ പോയി കാണും. ഇറ്റ്സ് എ തിയേറ്റർ വാച്ച് മൂവി. ഐ ഹോപ്പ് യു വിൽ ലവ് ഇറ്റ്. തിയേറ്ററിൽ പ്രേക്ഷകരോട് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് മൊത്തത്തിൽ? പ്രേക്ഷകരുടെ കൂടെ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിത് വർക്ക് ചെയ്ത് നമ്മൾ ഔട്ടിങ് എന്ന് അറിയില്ല. ഒരുപാട് പേരുടെ ഭാഗമൊക്കെ അതുതന്നെ കാണുന്നതൊക്കെ. അപ്പം എല്ലാവരും കൂടിയൊന്ന് കാണുമ്പോൾ അവരുടെ റിയാക്ഷൻസ് ആണ് വരുമ്പോഴേക്കാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ഇമോഷൻ അറിയുന്നതല്ലേ. സോ താങ്ക് യു. നല്ല പടം, അടിപൊളി പടം. എൻ്റെ തിരക്ക് ശേഷം നമ്മൾ ഈ ഒരു ജോണറിൽ പുള്ളി ചെയ്യാനായിട്ട് പടമാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. എല്ലാ അടിപൊളിയാണ്. ജോമോൻ ചേട്ടൻ, വിനീതേട്ടൻ, നോബിള് എല്ലാം സൂപ്പറാണ്. എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും പേഴ്സണലി കുറച്ചുകൂടി ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയിട്ടിരുന്ന കണ്ടത് സെക്കൻഡ് ഹാഫാണ്. ഭയങ്കര എൻഗേജിങ് ആണ് സെക്കൻഡ് ഹാഫ്. BGM വൈസ് ആണെങ്കിലും ലൈക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. റിയലി ഗുഡ്. സ്റ്റോറി ഭയങ്കര ഒരു ഫ്രഷ് സ്റ്റോറിയാണ്. നമുക്ക് അതുമല്ല അത് വേറൊരു രാജ്യത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ സിനിമകൾ വേറെ രാജ്യത്ത് അങ്ങനെ അധികം പോയി നമുക്കിപ്പോൾ കാണാത്തതുകൊണ്ട് തന്നെ ജോർജിയയിലായിരുന്നു ഞാൻ ആ സമയത്ത് ഇവരുടെ ഷൂട്ട് കാണുന്ന സമയത്ത് ജോർജിയയിലുണ്ടായിരുന്നു. സോ അതും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി പടമാണ്. പിന്നെ ഓഡ്രി ഈസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ. ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഐ വിഷ് ഹർ ഓൾ ദി ബെസ്റ്റ്. എന്താണെന്നുള്ളത് നിങ്ങളാണ് പറയുന്നത്. എനിക്ക് സന്തോഷം. ഞാൻ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തൊരു സംഭവമാണ്. ഓൾമോസ്റ്റ് 2-3 months ആയിട്ട് കഴിഞ്ഞിട്ട് ഷൂട്ടിങ്. അപ്പോൾ വന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് പടം കാണുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓഫ്കോഴ്സ് അതിലൊരു ടീമിൻ്റെ ഒരു പാട്ടായെന്ന നിലയ്ക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐം വെരി ഹാപ്പി. ഇനി നിങ്ങളാണ് ഒന്ന് കണ്ട് ഡിസൈഡ് ചെയ്ത് പറയുന്നത്. ഒരു ഗംഭീര പെർഫോമൻസ് തന്നെ ഉണ്ടല്ലോ, ആക്ഷൻ ആണെങ്കിലും അതല്ലാണ്ടുള്ള പെർഫോമൻസ് ഒക്കെ എങ്ങനെ തോന്നിച്ചിട്ട്? താങ്ക് യു. അത് ആക്ഷൻ ഉണ്ട് എന്ന് മുമ്പ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ കുറച്ചത് 1.5-2 years ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ആസ് എൻ ആക്ടർ ഐ വാസ് വെരി ഹാപ്പി. കുറച്ചൊക്കെ പുൾ ഓഫ് ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. ബട്ട് യാ ഹാപ്പി. മൊത്തത്തിൽ പടം വിനീതേട്ടൻ്റെ ഡയറക്ഷനൊക്കെ എങ്ങനെ തോന്നി? വിനീതേട്ടൻ ഞാൻ പണ്ട് മുതലൊരു ഫാനായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സമയത്ത് എനിക്കിത് ചെയ്യാൻ പറ്റാത്തതിൽ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. ഐ മീൻ വിഷമം എന്ന് പറഞ്ഞാൽ വിനീതേട്ടനെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ചെയ്യാം. സോ ദാറ്റ് വാസ് പോസിറ്റീവ് തിങ്. ബട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു ഇത് ആഫ്റ്റർ 2-3 years ഇപ്പം മാറി കിട്ടി. സോ എക്സ്ട്രീംലി ഇത്ര നാൾ വർക്ക് ചെയ്തതിനൊരു ദിവസം ഇന്നെത്തി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് കുറേ നാളെടുത്തു. സത്യത്തിൽ കുറേ നാളെടുത്തു. ഇപ്പോൾ ഇത് എടുത്തു തുടങ്ങിയതിന് ഒരു 4 വർഷം ബാക്കി തുടങ്ങിയതാണ്. പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ ആക്ഷൻ കാര്യങ്ങൾ എല്ലാവരും 1 year-ഓളം അതിന് സ്പെൻഡ് ചെയ്തു. അല്ല പിന്നെ തിര ചെയ്തതാണ്. തിര അന്ന് തിയേറ്ററിൽ ഒരു ഇച്ചിരി കോൾ വന്നാലും പിന്നീട് OTT ഭയങ്കര റെസ്പോൺസ് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഓഫ് എന്ന് സംശയമില്ല. എന്തായാലും തിയേറ്ററിൽ നിൽക്കാനുള്ള എല്ലാ എലമെൻസും ഉണ്ടല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.